സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ യഥാർത്ഥ പിൻഗാമി ഇളയ ദളപതി വിജയ് തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് പുതിയ ചിത്രമായ ഭൈരവിയുടെ ടീസർ ഇപ്പോൾ തരംഗമാകുന്നത്. വരുന്ന പൊങ്കലിന് ആണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഭൈരവിയുടെ ടീസർ പുറത്തിറങ്ങി 20 മണിക്കൂറിനുള്ളിൽ തന്നെ യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമത് എത്തിയിരിക്കുകയാണ്. ആദ്യ 1 മണിക്കൂറിനുള്ളിൽ മാത്രം 75 ലക്ഷത്തോളം പേരാണ് യൂട്യൂബിൽ ടീസർ കണ്ടത്. അത് 20 മണിക്കൂർ ആയപ്പോഴേക്കും 3 മില്യണായി ഉയർന്നു. 1,54,000 ലൈക്ക് ആദ്യ 20 മണിക്കൂറിനുള്ളിൽ സ്വന്തമാക്കാനും ഭൈരവിക്ക് കഴിഞ്ഞു. വിജയ് എന്ന താരത്തിന് പൊതുസമൂഹത്തിനിടയിലും ആരാധകർക്കിടയിലുമുള്ള വലിയ സ്വീകാര്യതയാണ് ഈ മുന്നേറ്റത്തിന് കാരണമെന്നാണ് ചലച്ചിത്ര നിരൂപകർ വിലയിരുത്തുന്നത്. നേരത്തെ ഇറങ്ങിയ വിജയുടെ തെറി സിനിമയുടെ ടീസറും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. പുതിയ റെക്കോർഡുകളും ചിത്രം സൃഷ്ടിച്ചിരുന്നു. സൂപ്പർ സ്റ്റാർ പട്ടത്തിന് ആധികാരികമായി ആദ്യം ഉയർന്നു വരുന്നത് ജനങ്ങളുടെ പിന്തുണ തന്നെയാണ്. ഒരു ചിത്രം റിലീസായി ആഴ്ചകളോളവും മാസങ്ങളോളവും ഹൗസ്ഫുള്ളായി ഓടുന്നതും ആകെ എത്ര ദിവസം സിനിമ തിയേറ്ററുകളിൽ ഓടിയെന്നതുമെല്ലാം സൂപ്പർ സ്റ്റാർ പട്ടത്തിന്റെ മാനദണ്ഡങ്ങളാണ്. ഇനീഷ്യൽ പുള്ളിംഗ് രജനീകാന്തിന്റെ കഴിവിനെ പോലെ തന്നെ വിജയ് ചിത്രങ്ങൾക്കുമുണ്ട്. തമിഴകം ഇന്നുവരെ സൂപ്പർ സ്റ്റാർ പട്ടവും ഒരേയൊരു നടന് മാത്രമേ ചാർത്തി കൊടുത്തിട്ടുള്ളൂ. അത് സ്റ്റൈൽമന് രജനീകാന്തിനാണ്. മലേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിലും വിജയ് സിനിമകൾക്ക് വൻ മാർക്കറ്റാണ്. തെലുങ്ക്, കന്നഡ സിനിമ ആസ്വാദകർക്കിടയിലും മുൻനിരയിൽ തന്നെയാണ് ഇളയ ദളപതിയുടെ സ്ഥാനം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.